ഈ പർച്ചേസ് ചെയ്ത വണ്ടിയിൽ ഒന്നിലും ഒരു പ്രശ്നം ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് വണ്ടി വാങ്ങിക്കല്ലേ, നമ്മൾ പൈസ കൊടുക്കാനാണ് വാങ്ങുന്നത്. അപ്പൊ ആ രീതിയിൽ എല്ലാ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്താണ്. എത്രയാ റേറ്റ് എത്ര വരുന്നത്? ഇത് 3,65,000 ആണ് ആസ്കിംഗ് റേറ്റ്. 16 വണ്ടി 16 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ. ഓക്കെ. തേർഡ് ഓണറോ ഫോർത്ത് ഓണറോ ഒന്നുമല്ല. 3.5 ലോൺ കയറുമോ? കമ്പനി ഫിറ്റഡ് മ്യൂസിക് സിസ്റ്റം അടക്കമുണ്ട്. അത്യാവശ്യം നല്ല ക്ലീൻ പീസ് ഇന്റീരിയർ ആണ്. 6 സീറ്റർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 6 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 2010 10 സാൻഡ്രോ ഒക്കെ ആവുന്ന സമയത്ത് പലരും നമ്മള് 4ാമത്തെ ഓണർ 5ാമത്തെ ഓണറൊക്കെയാണ് കാണാറുള്ളത്. പിന്നെ സെക്കൻഡ് ഓണർ വണ്ടി എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റും? 1,85,000 രൂപയാണ് ഞങ്ങൾ ആസ്കിംഗ് റേറ്റ് ആയിട്ട് വരുന്നത്. ഉണ്ടാവൂലേ? ശരിക്കും ഈ ടിയാഗോയില് ഈ ജെംസിന്റെ കുപ്പി പറഞ്ഞ പോലെ അല്ലെ, ഇല്ലാത്ത കളർ ഒന്നുമില്ല. പക്ഷെ ഇത് മാറ്റി ചെയ്താണ്. അതെ, ഇത് ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ശരിക്കും ഏതാ കളറൊക്കെ നല്ല വൃത്തിയുണ്ട് അല്ലേ? നല്ല വൃത്തിയുണ്ട്. ഇത് ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും അല്ലേ? 20-22 കിലോമീറ്റർ മൈലേജ്. അതെ, അതാണ്. അതും 7 സീറ്ററിലാണ് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ശരിക്കും ഒരു ഇന്നോവയൊക്കെ സബ് ബ്രാൻഡാണ്. 2020 2015 വണ്ടി. കമ്പാരിറ്റീവ്ലി മറ്റെവിടെയും കിട്ടുന്നതിനേക്കാൾ കുറച്ച് ഏറ്റവും നല്ല വണ്ടികൾ മാക്സിമം വില കുറച്ച് എപ്പോഴും നമ്മൾ ഏത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും അങ്ങനെയാണ് ഇന്ന് വരെ ഇവിടുന്ന് വണ്ടി കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ക്ലബ്സിയാണ് കേട്ടോ. ക്ലബ്സിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം നല്ല വണ്ടികൾ, എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് വണ്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചേട്ടൻ ഇന്ന് ഇവിടെ ഉണ്ട്. മഞ്ചേട്ടാ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളോട് സ്വാഗതം പറയുന്നതൊക്കെ ശരിക്കും ശരിയല്ലാന്ന് അറിയാം. അതായത് ഇല്ലേ, നിങ്ങളെ സ്വന്തം ചാനല്. നമ്മളിപ്പോ ഈ ചാനലിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു മറ്റുള്ളവരെന്തായാലും സ്വാഗതം ചെയ്യും. അതെ. അപ്പൊ എന്തായാലും പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ ചാനലിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, അതുപോലെ തന്നെ ഒരു യൂസ്റ്റുകാരന്റെ വീഡിയോ എങ്ങനെയൊക്കെ പറയണമെന്ന് അറിയാവുന്ന ഒരാൾ. ഓക്കെ. ഡൽഹിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടി എടുക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ ഇവിടെ കൊടുക്കുന്നതൊക്കെ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല എന്തായാലും. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടികൾ എടുക്കാം. റേറ്റിന്റെ കാര്യത്തിലാണെങ്കിലും മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് തരാൻ പറ്റുന്ന നല്ലൊരു റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്തോ. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസ് വരുന്നുണ്ട്, കയറി കാണാൻ മറക്കണ്ട. ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. ആദ്യം വണ്ടി നിങ്ങൾ പറഞ്ഞു തുടങ്ങാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ലൊക്കേഷൻ പറയാൻ വേണ്ടി. അത് കുറേ പേര് പറഞ്ഞിരുന്നു. ഇനി മാക്സിമം മറക്കാണ്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ക്ലബ്സിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ, എക്സാക്ട് സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് മാവൂർ റോഡിൽ നമ്മുടെ അതായത് മീഡിയ വണ്ണിന്റെ ഓഫീസ് ഉണ്ട്, മീഡിയ വൺ ചാനലിന്റെ. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവരുടെ ഷോറൂം വരുന്നത്. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇറങ്ങിയിട്ട് മാവൂർ പോകുന്ന ഏത് ബസ്സിൽ കയറിയാലും ജസ്റ്റ് മീഡിയ വണ്ണിന്റെ മുമ്പിൽ ഇറങ്ങിയാൽ അവിടുന്ന് തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ. ക്ലബ്സ് എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല വണ്ടികൾ വേണമെങ്കിൽ ജസ്റ്റ് വന്നോളൂ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, നമ്മളൊരു ക്യാമറ എടുക്കാനും അത്യാവശ്യം പരിപാടികളൊക്കെ അറിയാവുന്ന, എഡിറ്റിങ്ങും പരിപാടിയൊക്കെ അറിയാവുന്ന ഒരു സ്റ്റാഫിനെ നമ്മൾ നോക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പം വേറെ പരിപാടിയൊക്കെ ആയിട്ട് പോയതുകൊണ്ട് നമുക്കൊരു സ്റ്റാഫ് ഇപ്പോൾ ആവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളൊരു 4 വീൽ ലൈസൻസും കൂടി വേണ്ട, കാർ ഓടിക്കാൻ അറിയുന്ന ഒരാളും കൂടി ആയിരിക്കണം. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന വാട്സപ്പാണ്. നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല, നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. അഞ്ചേട്ടാ, ആദ്യം തന്നെ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു റിച്ച് കാണിച്ചു കൊടുക്കാം അല്ലേ? 2016 മോഡലാണ്. 16 ആണ്. ഇത് 16 മോഡൽ ഉണ്ട് അല്ലേ? 16. ഈ ഹെഡ്ലൈറ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വെച്ചായിരിക്കും. ഇതൊന്ന് ജസ്റ്റ് ഒരു മഞ്ഞപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി വെച്ചാണ്. വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അലോയ് വീൽസും സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും വണ്ടി വൃത്തിയുടെ കാര്യത്തിൽ അടിപൊളിയാ അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ മുകളിൽ. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1,02,000 ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കിലോമീറ്റർ ജെനുവിൻ അല്ലാത്ത വണ്ടികൾ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇനിയിപ്പം ഒരു വെല്ലുവിളി എന്നുള്ള ധാരണയിൽ എടുത്താലും കുഴപ്പമില്ല. നമ്മളെ ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം താഴെ. തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇതുവരെ ആരും കുറ്റം ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഞങ്ങളെ ഷോറൂമിൽ വിൽക്കാൻ വെച്ച വണ്ടി. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഷോറൂം നടത്തുന്ന സമയത്ത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളും വരാറുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ 1-2 വണ്ടി ഇപ്പൊ നിലവിൽ പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നോക്കാറില്ല. നിലവിലുള്ള ഒരു കണ്ടീഷൻ എന്താണ് അത് നോക്കിയിട്ടാണ് പറയല്. അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണെന്നുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർ എടുക്കാം. ഈ പർച്ചേസ് ചെയ്ത വണ്ടിയിൽ ഒന്നിലും ഒരു പ്രശ്നം ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് വണ്ടി വാങ്ങിക്കല്ലേ, നമ്മൾ പൈസ കൊടുക്കാനാണ് വാങ്ങുന്നത്. അപ്പൊ ആ രീതിയിൽ എല്ലാ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്താണ്. ഇപ്പൊ ഈ ഒരു വണ്ടി എക്സാമ്പിൾ എടുക്കുക, 1,02,000 ഓടിയിട്ടുള്ളത്. 97,000 96,000 അതുവരെ ത്രൂ ഔട്ട് കമ്പനി സർവീസ് ആണ്. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഹിസ്റ്ററി ഞങ്ങളുടെ അടുത്ത് സോഫ്റ്റ് കോപ്പി ഉണ്ട്. അതും വരുന്നവർക്ക് അതും കൊടുക്കാൻ തയ്യാറാണ്. എത്രയാ റേറ്റ് എത്ര വരുന്നത്? ഇത് 3,65,000 ആണ് ആസ്കിംഗ് റേറ്റ്. 16 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ. ഓക്കെ. തേർഡ് ഓണറോ ഫോർത്ത് ഓണറോ ഒന്നുമല്ല. 3.5 ലോൺ കയറുമോ? 3.5 റേഞ്ചിലൊക്കെ ലോണും കയറും. ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കിക്കൊണ്ടു പോകും. നല്ലൊരു ഫാമിലി ബഡ്ജറ്റ് വണ്ടി തന്നെയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി.
ഒരു 80-90% നമുക്ക് ലോണും കിട്ടും. മാക്സിമം നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി, അതും മോഡൽ കൂടിയ വണ്ടി കേട്ടോ. മോഡൽ കൂടിയ വണ്ടി, റിച്ചിന്റെ ലാസ്റ്റ് വണ്ടി തന്നെ പറയാം അല്ലേ? ലാസ്റ്റ് വണ്ടിയാണ്. ഇനി ഇതാണെങ്കിലോ KUV, ഇത് 2017-18 ആണ്. നമ്മൾ എപ്പോ വീഡിയോ ചെയ്താലും ഒരു KUV ഉണ്ടാവലുണ്ട് തീർച്ചയായിട്ടും. കാരണം നമുക്ക് അത്യാവശ്യം എൻക്വയറി ഉള്ള വണ്ടിയാണ്. അതെ, അതുപോലെ തന്നെ 6 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടി. 6 സീറ്റർ ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ 6 സീറ്റർ. അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. ഇത് ശരിക്കും ഒരു പുതിയ കണ്ടീഷനിൽ തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് K6 അല്ലേ? K6+ ആണ് വരുന്നത്. ഇതിന്റെ മുകളിൽ ഒരു ഓപ്ഷൻ കൂടി ഉള്ളൂ, K8 കൂടി ഉള്ളൂ. ഏറ്റവും ഫുള്ളിന് നേരെ താഴെ വരുന്നത്. അപ്പൊ ഈ വീൽ ആർച്ച് സംഭവങ്ങളൊക്കെ വരും, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല കട്ട ടയറും ഉണ്ട് കേട്ടോ. ടയർ ഒരു 90-95% ടയർ നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് കമ്പനി ഫിറ്റഡ് ആയിട്ട് മ്യൂസിക് സിസ്റ്റം അടക്കമുണ്ട്. അത്യാവശ്യം നല്ല ക്ലീൻ പീസ് ഇന്റീരിയർ ആണ്. 6 സീറ്റർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 6 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഫ്രണ്ടിലൊരു കുട്ടിയാണ് പ്രിഫറബിൾ അല്ലേ? 25,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അല്ലേ? അതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. 25,000 കിലോമീറ്റർ ഓടിയ 17-18 ആണ്. 25,000 സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലോഡഡ് ആയിട്ട് വരുന്ന നല്ലൊരു റെഡ് കളറിലുള്ള KUV 100. അതെ, നല്ല വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാത്തിനും ചോദിക്കുന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് ഓപ്പൺ ആയിട്ട് പറയും. കാരണം നമ്മളൊന്നും മറച്ചു വെച്ച് കച്ചവടം ചെയ്യേണ്ട ആളുകളല്ല. നമ്മൾ ഈ ഫീൽഡിൽ കുറെ കാലമായിട്ട് നിൽക്കുന്നതാണ്, ഇനിയും കുറെ കാലത്തേക്ക് നിൽക്കണം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ രീതിയില്ല. ഇനിയിപ്പോ റീപ്ലേസ് ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് എത്ര വില? നമുക്ക് 3,90,000 രൂപയാണ് ഞങ്ങൾ ആസ്കിംഗ് റേറ്റ് വരുന്നത്. തീർച്ചയായിട്ടും ഒരു കച്ചവടം സമയത്ത് ഒരു ആസ്കിംഗ് റേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഫൈനൽ റേറ്റ് ഉണ്ടാവും. ആ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യമൊക്കെ നെറ്റ് റേറ്റ് വെച്ചിട്ട് പറയാറുണ്ട്, നമുക്ക് കിട്ടേണ്ട റേറ്റ് വെച്ച് പറയാറുണ്ട്. എന്നാൽ പോലും കസ്റ്റമറോട് വരുന്ന സമയത്ത് വീണ്ടും അത് ബാർഗൈൻ ചെയ്ത് വീണ്ടും അതിനകത്ത് കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു നെഗോസിയേഷൻസിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ വില ചോദിക്കുന്നത്. 390 ആണ്. അപ്പൊ അതിനുള്ള ചെറിയൊരു മാറ്റം നമുക്ക് ജെന്യൂൻ ആണെങ്കിൽ, ജെന്യൂൻ ആയ കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. അതും 17-18 വണ്ടി 17-18 നേരെ താഴെ വരുന്നു. 25,000 ആണ് ഓടിയിട്ടുള്ളത്. 25,000 ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ. അതെ അതെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ, നല്ല ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ സാൻഡ്രോ ആണെങ്കിലോ ലോ ബഡ്ജറ്റ് ആണല്ലോ. ലോ ബഡ്ജറ്റ് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 2010 10 സാൻഡ്രോ കാണുന്ന സമയത്ത് പലരും നമ്മള് 4ാമത്തെ ഓണർ 5ാമത്തെ ഓണർ ഒക്കെയാണ് കാണാറുള്ളത്. അപ്പൊ ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. GLS ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. നല്ല ക്ലീൻ വണ്ടി അല്ലേ? നല്ല ക്ലീൻ വണ്ടി. പിന്നെ ബോഡിയുടെ മുകളിൽ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇത് ഗ്യാസ് ചെയ്ത വണ്ടിയാ? ഗ്യാസ് ഉള്ള വണ്ടിയാണ്. LPG ഉള്ള വണ്ടിയാണ്. ഇപ്പം റിമൂവ് ചെയ്തിട്ടതാണ്. വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ വിഷയം വരില്ല, നിങ്ങൾക്ക് അത്യാവശ്യം പ്രശ്നമില്ല. 18 കിലോമീറ്റർ ഒക്കെ മൈലേജ്. പൊതുവെ സാൻഡ്രോയ്ക്ക് മൈലേജ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗ്യാസ് ഉള്ള വണ്ടി പുള്ളി വാങ്ങിയിരുന്നത്. കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്ന കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്ന ഗ്യാസ്. മിസ്സിംഗും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഡിസ്കണക്ട് ചെയ്തിട്ടതാണ്. അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സറീസ് കാര്യങ്ങളൊക്കെ വെച്ച് വാങ്ങിയിട്ട് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പൊ എന്തായാലും 2010 മോഡൽ സിംഗിൾ ഓണർ 69,000 കിലോമീറ്റർ ഓടിയ ക്ലീൻ പീസ് വണ്ടി. എന്താ വില? 1,10,000 കൊടുക്കാം. 1,10,000. 4ാമത്തെ 5ാമത്തെ ഓണർ ഉള്ള വണ്ടിയല്ല. അതുപോലെ തന്നെ 1,00,000 മുകളിൽ ഓടിയ വണ്ടിയല്ല. 69,000 ഓടിയ സിംഗിൾ ഓണർ 2010 ആണ്. 1,10,000 ചോദിക്കുന്നത്. നമുക്ക് ലോണ് കയറുമോ? ലോണ് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു 1,10,000 സേട്ട് ഫിനാൻസ് ഞങ്ങൾ ചെയ്യുന്നില്ല, ചില പ്രൈവറ്റ് ഫിനാൻസുകൾ ചെയ്യലുണ്ട്. നമ്മൾ ആ ഒരു ലോണിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെറിയ എമൗണ്ടിന് നല്ലൊരു പ്രോസസിംഗ് ചാർജ്, ലോൺ ഇൻഷുറൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പൈസ ഒരു 1-1.5 വർഷം മാക്സിമം കിട്ടുള്ളൂ. അത്രേ കിട്ടുള്ളൂ. നല്ലൊരു അടവ് വരും. വരും. അപ്പൊ ഇയോൺ ആണെങ്കിലോ? ഇയോൺ 2014 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ്. 96 ആണ് ഓടിയിട്ടുള്ളത്. ഇറാ പ്ലസ് ആണ് വരുന്നത് വേരിയന്റ്. 14 സെക്കൻഡ് ഓണർ 96,000 വണ്ടി. നല്ല നീറ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ മേജറായിട്ട് പെയിന്റ് ഒക്കെ അടിച്ചിട്ടാണോ വെക്കല്? ഞങ്ങള് ബമ്പർ കോർണർ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും ടച്ചപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യും. സമയം ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. സ്റ്റോക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാറില്ല, കൊടുക്കലാണ്. അപ്പൊ സ്റ്റോക്ക് ഉള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. ഇത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമില്ല. അത്യാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ നല്ല വൃത്തിയുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു 1,800 രൂപന്റെ കേസേ ഉള്ളൂ സീറ്റ് കവർ വാങ്ങാൻ. തീർച്ചയായിട്ടും നമ്മൾ കോയമ്പത്തൂരൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഒരു വീൽ കപ്പും വാങ്ങിയിടണം കേട്ടോ. അതെ 4 വീൽ കപ്പ് ഇട്ട വണ്ടി വൃത്തിയായിട്ടോ. എന്തായാലും 14 മോഡല് പിന്നെ സെക്കൻഡ് ഓണർ വണ്ടി എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റും? 1,80,000 രൂപയാണ് ഞങ്ങൾ ആസ്കിംഗ് റേറ്റ് ആയിട്ട് വരുന്നത്. ഉണ്ടാവൂലേ? ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം വരാം, ചെയ്ത് കൊടുക്കാം അല്ലെ? പിന്നെ നമ്മൾ അത്ര വലിയ റേറ്റ് കൂട്ടിയിട്ട് പിന്നെ കുറയ്ക്കല് അങ്ങനത്തെ പരിപാടിയും ചെയ്യില്ല. അപ്പൊ ന്യായമായ ഒരു റേറ്റ്, ഒരു നല്ലൊരു ക്വാളിറ്റി വണ്ടി കൊടുക്കുക. അതെ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അതായത് 14 മോഡലിലോണ്ട് നിങ്ങൾക്ക് മാക്സിമം ലോണും ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 1.5 സുഖമായിട്ട് കിട്ടില്ലേ? തീർച്ചയായിട്ടും കിട്ടും.
വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പ്രൈവറ്റ് ഫിനാൻസ് ചെയ്യാം അല്ലെ? ചെയ്യാം, പ്രൈവറ്റ് ഫിനാൻസ് ചെയ്യാം, ബാങ്ക് ഫിനാൻസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ബാങ്കും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല, ആയതുകൊണ്ട് കിട്ടാൻ ആയതുകൊണ്ട് കുറവാണ്. അതെ അതെ. അപ്പോൾ പ്രൈവറ്റ് ഫിനാൻസും മഹീന്ദ്ര, ചോളമണ്ഡലം, ഫോർച്യൂൺ, ശ്രീരാം ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇൻട്രസ്റ്റിൽ ചെറിയൊരു വർധന ഉണ്ടാവും, അതെ, എന്നാലും നമുക്ക് ലോൺ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ, നല്ല ക്ലീൻ ഒരു ഇയോൺ. ശരിക്കും ഈ ടിയാഗോയില് ഈ ജെംസിന്റെ കുപ്പി തുറന്ന പോലെ അല്ലെ, ഇല്ലാത്ത കളർ ഒന്നുമില്ല, പക്ഷെ ഇത് മാറ്റി ചെയ്തതാണ്. അതെ, ഇത് ഞാൻ ഇതുവരെ കണ്ടില്ല, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ശരിക്കും ഏതാ കളറൊക്കെ നല്ല വൃത്തിയുണ്ട് അല്ലെ? നല്ല വൃത്തിയുണ്ട്. ഇത് എനിക്ക് ആദ്യം ആ ഒരു യെല്ലോയിഷ് കളറിലുള്ള വണ്ടിയായിരുന്നു, അത് പിന്നെ ചേഞ്ച് ചെയ്താണ് കളർ. പക്ഷെ ഇത് നല്ല രസമുണ്ട് ഈ കളർ കാണാൻ. ഇതൊരു മെറ്റാലിക് ഗ്രീൻ പോലത്തെ ഒരു സാധനം അല്ലേ? ഇത് ടിയാഗോ ഏതാ മോഡൽ? ഇത് 2016 XT ആണ്. 16 XT പെട്രോൾ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ അല്ലേ വരിക? XT ഫുൾ അല്ല, XZ ആണ് ഫുൾ ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതായത് എക്സമിന്റെ എക്സഡിന്റെ ഇടയിൽ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. 4 പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ഇത് ഓടിയത് എത്രയാ? ഇത് 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 70 ഓടിയിട്ടുള്ളൂ അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി, നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല വണ്ടി. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതൊരു വെറൈറ്റി കളർ ആണെന്നുള്ളതാണ്. ഇത് ഇന്റീരിയർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് ആക്ച്വലി ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്, ഞങ്ങൾ എടുത്തിട്ട് വണ്ടിയല്ല, പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ വണ്ടിക്കുണ്ട്. അതെ, ആ ഒരു കസ്റ്റമർ എടുത്ത ആ ഒരു കണ്ടീഷനാണ് വണ്ടിയുള്ളത്. വേറെ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അതെ അതെ അതെ. ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്ന കാര്യം 4 ഓണർ ഈ വണ്ടിക്കുണ്ട്. 4 ഓണറായി 16 അല്ലേ? 16 ടിയാഗോ XT പെട്രോൾ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓണർഷിപ്പ് കൂടിയതിന്റെ ആ ഒരു വില ചോദിക്കുന്നു. 2,90,000 രൂപയാണ് ചോദിക്കുന്നത്. 290 ഇത് കൊടുക്കാം, 290 കൊടുക്കാം. അൾട്ടോ പോലും കിട്ടൂല അല്ലേ? അപ്പൊ ലോണൊക്കെ നമുക്ക് മാക്സിമം ഒരു 4 ഓണർ ആയതുകൊണ്ട് നമുക്ക് ഫുൾ ലോൺ പ്രതീക്ഷിക്കാൻ പറ്റൂല, എന്നാലും ഒരു 80-90% നമുക്ക് ലോണും പ്രതീക്ഷിക്കാൻ പറ്റും. 2.5 ഉറുപ്പിക എന്തായാലും കിട്ടും. 2.5 റേഞ്ചിൽ എന്തായാലും കിട്ടും. എന്നാലും 16 ടിയാഗോ ആണല്ലോ ഒന്നുമില്ല. അതെ അതെ അതെ. അപ്പൊ ഈ ഓണർഷിപ്പ് ബോധർ ചെയ്യാത്ത ആളുകൾക്ക് കുറഞ്ഞ റേറ്റില് നല്ലൊരു വൃത്തിയുള്ള ഒരു ടിയാഗോ എടുക്കാൻ പറ്റും. വേറൊരു കാര്യം, ഒരു 10-40,000 റുപ്യ പെയിന്റ് അടിക്കാൻ തന്നെ ചെലവുണ്ടാവും. പിന്നെ കളർ മാറ്റി അടിക്കില്ലേ, മാറ്റി അടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കോസ്റ്റ് കൂടുതലായിട്ട് കംപ്ലീറ്റ്ലി മാറ്റണം. ഉൾഭാഗം ഒക്കെ അഴിച്ചിട്ട് വേണം മാറ്റാനായിട്ട്. 16 ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെയുള്ള വണ്ടി 70,000 കിലോമീറ്ററോടെ 290 ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കുക അല്ലേ? പിന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ടിയാഗോ നോക്കുന്നവരെ തീർച്ചയായിട്ടും ഈ കളറിലുള്ള ടിയാഗോ വേറെ കാണൂല. സത്യമാണ്. അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലോ, ഇത് നമ്മൾ അടുത്ത KUV ആണ്. ഇത് 2017 വണ്ടിയാണ്, സെക്കൻഡ് ഓണർ, പെട്രോൾ വാഹനമാണ്, K6 ആണ് വേരിയന്റ് വരുന്നത്. 6 സീറ്റർ തന്നെയല്ലേ? 6 സീറ്റർ വണ്ടി തന്നെ. അതെ അതെ. K6 എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ളിന്റെ താഴെ വരുന്നത്. അതെ അതെ. സെക്കൻഡ് ഓണർ 37,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ആകെ 37 ഓടിയിട്ടുള്ളൂ. അതെ, നല്ല വൃത്തിയുണ്ട് വണ്ടി. അത് മാത്രമല്ല 4 ടയർ ഏകദേശം പുത്തൻ ടയർ. അലോയ് വീൽ ഇത് കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇനി ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയർ മോശമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. പക്ഷെ ആ മ്യൂസിക് സിസ്റ്റം നോർമൽ ആണ് അല്ലേ? അതെ, നോർമലാ വരുന്നത്. എനിക്ക് തോന്നുന്നു K6 പ്ലസിലാണ് മറ്റേത് വരിക അല്ലേ? അല്ല, K6 പ്ലസിലല്ലേ മറ്റേ മ്യൂസിക് വരുള്ളൂ. അത് ഇയർ കൂടി 2018 ആവുന്ന സമയത്ത് സ്റ്റീരിയോ വ്യത്യാസം വരും. 17 മോഡൽ ആയതുകൊണ്ടാണ് ഈ ഒരു സ്റ്റീരിയോ വരുന്നത്. ഓക്കെ, എന്തായാലും മോശമൊന്നുമില്ല കേട്ടോ, വണ്ടി നല്ല ക്ലീൻ ആണ്. ഇത് നമുക്ക് 17 37,000 രൂപ വണ്ടി എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 365 കൊടുക്കാം. 365 കൊടുക്കാം. വേറെ അപാകതകളൊന്നും ഒന്നുമില്ല. തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള നല്ലൊരു വണ്ടി. വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മൾ ഈ വണ്ടികളൊക്കെ ശരിക്കും ഈ ഇൻഷുറൻസും പേപ്പേഴ്സ് ഒക്കെ പക്കയായിട്ടാണ്? എല്ലാം പക്കയുള്ള വണ്ടികളാണ് കൊടുക്കാറുള്ളത്. ഇൻഷുറൻസ് എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പറയാറുണ്ട്, ഇൻഷുറൻസ് എക്സ്പയർഡ് ആണ്, നമ്മൾ എടുത്തു തരുന്നുണ്ടെങ്കിൽ അത് പറയാറുണ്ട്. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു തരുന്നുള്ളത്. അപ്പൊ ഒന്നും പേടിക്കണ്ട. നിലവിൽ വണ്ടിയുടെ ഡോക്യുമെന്റ് വൈസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലേ? ഓക്കെ, ഇനി പിന്നെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് വണ്ടികളും കൂടി ഉണ്ട്. ബാക്ക് സൈഡിനകത്ത് നമുക്ക് മൊബീലിയ കിടക്കുന്നുണ്ട്. 7 സീറ്റർ ഹോണ്ടയുടെ വണ്ടി. 7 സീറ്റർ ഹോണ്ട. ഇത് പെട്രോൾ ഡീസലോ? ഇത് ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും അല്ലേ? 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതെ അതെ, അതാണ്. അതും 7 സീറ്ററിലാണ് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ശരിക്കും ഒരു ഇന്നോവയൊക്കെ എടുക്കണ്ട, വേറൊരു ചെറിയ വണ്ടി മതി എന്നുള്ളവർക്ക് ബെസ്റ്റ് സാധനമാണ് കേട്ടോ. ഹോണ്ട ഡീസൽ എഞ്ചിനുമാണ്, അത്യാവശ്യം നല്ല കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത. 4 ടയറും 90%. അലോയ് വീൽ ഉണ്ടെങ്കിൽ ഒന്ന് ഫുൾ ഓപ്ഷൻ ആണോ ഇത്? അത് ഫുൾ ഓപ്ഷൻ ആണ്. വി ആണല്ലേ? 14-15 ആണ്. 14 മാനുഫാക്ചറിംഗ്, 15 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ് കേട്ടോ. 1.17 വണ്ടി ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കഴിഞ്ഞാൽ വണ്ടിയുടെ മുകളിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മ്യൂസിക് സിസ്റ്റം സെപ്പറേറ്റ് ചെയ്താണ്. നല്ല ഒരു 10 ഇഞ്ചിന്റെ സ്ക്രീൻ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. വേറെ അപാകതകളായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. ഈ സെറ്റ് കറക്റ്റ് കൊടുക്കാലോ അല്ലേ?
കേട്ടില്ല. ഹിസ്റ്ററി കറക്റ്റ് കൊടുക്കാമല്ലോ. ഹിസ്റ്ററി കൊടുക്കാം. നമ്മളിവിടെ ഏത് വണ്ടീനെ ഹിസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുത്തു കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും 14, 15, 1.17 ഓടിയ വണ്ടി നമുക്ക് എന്താ വില വരുന്നത്? 4,80,000 രൂപയാണ് ഞങ്ങളെ ചോദ്യം. തീർച്ചയായിട്ടും മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം. അതെ. അതായത് 14, 15 ഇന്നോവയ്ക്ക് എന്ത് കൊടുക്കണം എന്ന് ആലോചിച്ചാൽ ഏകദേശം ആ ഒരു ഉപകാരം നടക്കണ വണ്ടിയിൽ 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. 20 കിലോമീറ്റർ ഇന്നോവയ്ക്ക് 20 കിലോമീറ്റർ മൈലേജ് കിട്ടില്ല. 20 കിലോമീറ്റർ മൈലേജിൽ കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. മെയിൻ്റനൻസ് ഒക്കെ കുറവുള്ള ഒരു വണ്ടിയാണ്. അതെ. ഇനി ഇതാണെങ്കിലോ നമ്മുടെ ഒരു ഐക്കോണിക് സാധനം വണ്ടി നമ്മളൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്. കാരണം കൂടുതലായിട്ട് ആളുകൾ ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികൾ ചോദിച്ചു വരുന്നവർക്ക് പറ്റിയൊരു ചോയ്സ് ആണ് ഡാറ്റ്സന്റെ ഗോ എന്ന് പറയുന്നത്. അതിന് വേറൊരു കാരണം കൂടി പറഞ്ഞത്, അതായത് മോഡൽ കൂടിയ വണ്ടി ചെറിയ വിലയ്ക്ക് കൊടുക്കാനും പറ്റും. തീർച്ചയായിട്ടും സാധാരണക്കാരന് പറ്റിയ സാധനം. ഇത് 2015 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 2,20,000 രൂപയാണ് ഞങ്ങളെ ചോദ്യം. 2,20,000 കൊടുക്കാം. അലോയ്സ് ഒക്കെ എക്സ്ട്രാ ചെയ്താണ്. അടിപൊളി അലോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതായത് ഒരു സാധാ സ്വിഫ്റ്റ് എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. മൈലേജ് ആണെങ്കിൽ നമുക്ക് ഒരു 16, 17 ആ റേഞ്ചിലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാം. അതെ. പിന്നെ കമ്പനി വന്ന സീറ്റൊക്കെയാണ്, അതൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. വേറെ യാതൊരു കുറ്റവും പറയാനില്ല. എല്ലാ സാധനവും അതിന്റെ അകത്തുണ്ട്. ഒക്കെ പഴയ മോഡലാന്നേ ഉള്ളൂ അല്ലെ? മോഡൽ കുറവാണ്. അതെ. ഇത് പിന്നെ ഡാറ്റ്സൺ നിസാന്റെ വണ്ടി തന്നെയാണ്. സബ് ബ്രാൻഡാണ്. 2,20,000 2015 ടി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി. അത് സിംഗിൾ ഓണർ ആണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നോക്കിക്കോട്ടെ, ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട. വെറും 2,20,000 രൂപയ്ക്ക് സ്വിഫ്റ്റിന്റെ സെയിം പർപ്പസ് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്കൊരു 90% ലോണും കൊടുക്കാം. ചിലപ്പോൾ നല്ല ട്രാക്ക് ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോണും കിട്ടും. 2,20,000 കിട്ടും. 2,00,000 രൂപ കൺഫേം ആണ്. കിട്ടും. ഓക്കെ. ഇനി ഒരു ഇതും കൂടി ഉണ്ടല്ലോ, KUV ഒരെണ്ണം കൂടിയുണ്ട്. സിൽവർ കളറാണ്. ഇത് 2017-18 തന്നെ K6 പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. K6 പ്ലസ് അല്ലേ? അതെ. നമ്മൾ ഫസ്റ്റ് കാണിച്ച റെഡിന്റെ ആ സെയിം സിൽവർ. അതെ. ഇത് 69,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 69. ഇതിനകത്ത് ടയർ ലേശം കുറവാ അല്ലേ? ടയർ കുറച്ച് കുറവാണ്. പക്ഷെ ഫ്രണ്ടിലത്തെ അത്യാവശ്യം ഉണ്ട്. പുറകത്ത് കുറച്ചൊരു കുറവുണ്ട്. ഇതിന്റെ ഇന്റീരിയർ നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ല മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ്. നോർമൽ സ്റ്റീരിയോ അല്ല, ആ ഒരു വലിപ്പം കൂടിയ സ്ക്രീൻ വരുന്ന അതാണ് വരുന്നത്. ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്ന സാധനമാണ് കേട്ടോ. പിന്നെ 6 സീറ്റർ ആണ്. 6 പേരുള്ള ഫാമിലിക്ക് കിഡിലനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് 370 ആണ് ഞങ്ങളെ വില വരുന്നത്. 370 ആസ്കിംഗ് റേറ്റ് ആണ്. ചെറിയ രീതിയിലൊരു മാറ്റം വരുത്താം. നെഗോസിയേഷൻ ഉണ്ടാവും. ഒരു കുറെ വലിയ രീതിയിലൊന്നും നെഗോസിയേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ രീതിയിലൊരു നെഗോസിയേഷൻസ് പ്രതീക്ഷിക്കാം. അല്ല, ഇതിൽ കുറച്ചൊക്കെ വണ്ടികൾ വേറെ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയില്ല. റേറ്റ് കുറയുന്നതനുസരിച്ച് ഓണർഷിപ്പ് ചിലപ്പോൾ കൂടുതലുണ്ടാവും, കിലോമീറ്റർ കൂടുതലുണ്ടാവും, വണ്ടിയുടെ ബോഡി ക്വാളിറ്റിന്റെ മുകളിൽ തട്ടുമുട്ട് ഉണ്ടാവും. അപ്പം തട്ടുമുട്ട് അതാണല്ലോ നമ്മുടെ ലാംഗ്വേജ് മെയിൻ പറയാ. അപ്പൊ ഈ വണ്ടിക്കൊന്നും മേജർ ആയിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അതേ നമ്മൾ തരുന്ന ഉറപ്പുള്ളൂ. ബമ്പർ പെയിന്റ് കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. ബമ്പർ ഒരച്ചില് കാര്യങ്ങളൊക്കെ. അപ്പൊ ആ വണ്ടിന് പറഞ്ഞാൽ 69,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 69,000 കിലോമീറ്റർ ഒക്കെ എന്തായാലും റോഡിലൂടെ ഓടുമ്പോൾ എന്തായാലും എവിടെയെങ്കിലും ഒന്നും ഉരയ്ക്കാതിരിക്കില്ല. ഒരിക്കലൊക്കെ ചിലപ്പോൾ റീപെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങൾ, പാർട്സ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ചെറുതായിട്ട് ഒരച്ചിൽ റീപെയിന്റ് ചെയ്തൊന്നും ഒരു വണ്ടിന്റെ സ്ട്രക്ചറിനോ അല്ലെങ്കിൽ പെർഫോമൻസിനോ ബാധിക്കില്ല. പിന്നെ ബോൾട്ടഡ് ആയിട്ടുള്ള പാർട്സ് മാറുന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ നമുക്ക് വെൽഡ് ചെയ്ത് വരുന്ന ഭാഗങ്ങളൊക്കെ മാറുന്ന സമയത്താണ് സ്ട്രക്ചറൽ ഡാമേജ് ചേസ് കാര്യങ്ങള്, ആപ്രോണ് കാര്യങ്ങള്, അങ്ങനത്തെ സ്ട്രക്ചർ പില്ലർ കാര്യങ്ങള്, അതൊക്കെ വർക്ക് എടുക്കുമ്പോൾ ഒരു മേജറിന്റെ ഒരു കാറ്റഗറിയിലേക്ക് വരുത്താൻ പറ്റുള്ളൂ. എന്തായാലും ഒരു കിഡ് കാണിച്ചു. കിഡ് ഏതാ മോഡൽ? ഇത് 2017 സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 17 സിംഗിൾ ഓണർ ആണ്. അതെ. RXL ആണ് വരുന്നത്. RXL എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിന്റെ താഴെ മിഡിൽ ഓപ്ഷൻ ആയിട്ട് ഓപ്ഷൻ. പിന്നെ ടയർ ഭാഗങ്ങളുണ്ട്. ബോഡി വൈസ് സ്ക്രാച്ചോ ഡെന്റോ പൊട്ടോ തെട്ടലോ ഒന്നുമില്ല. 1 ലിറ്റർ ആണ് വരുന്നത് കേട്ടോ. 1 ലിറ്റർ അല്ലേ? 1000 cc വരുന്ന സിംഗിൾ ഓണർഷിപ്പ് 72,000 കിലോമീറ്റർ ഓടിയ കിഡ്. മോശമില്ലാത്ത പവറും ഉണ്ടാവും. നല്ല പവറും ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. അതെ. 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് കേട്ടോ. RXL ആണെങ്കിലും പവർ വിൻഡോ 2 ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ ഉണ്ട്. ബാക്കിലൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ പെട്രോളിൽ 12 കിലോമീറ്റർ നമ്മുടെ ഒരു അൾട്ടോ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. അൾട്ടോനേക്കാളും കുറച്ചുകൂടി മൈലേജ് കിട്ടും അല്ലേ? കിട്ടും. അതെ. പിന്നെ കുറച്ചുകൂടി വൃത്തിയുണ്ട് കാണാൻ. അത് കാണാൻ ഒരു കിഡ് ഓൾറെഡി കാണാൻ ഒരു മൈക്രോ SUV ആ സെഗ്മെന്റിൽ വരുന്നതാണ്. അപ്പൊ അത് ആണെങ്കിലും ബോഡിയുടെ മുകളിലൊന്നും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ എടുത്തു കഴിഞ്ഞാലൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇത് നമുക്ക് എന്താ വില വരും? ഇത് 2,60,000 രൂപയാണ് ഞങ്ങൾ ആസ്കിംഗ് റേറ്റ് വരുന്നത്. 17 സിംഗിൾ ഓണർ. മാക്സിമം ഒരു 95% ലോണും കിട്ടും. 2.5 എന്തായാലും കിട്ടും. 2.5 റേഞ്ചിൽ എന്തായാലും കിട്ടും. അതെ. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന, മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വണ്ടികളാണ്. അതുപോലെ തന്നെ ഈ സാൻഡ്രോ ആണെങ്കിലോ ഇത് മഴക്കാലത്ത് വളരെ ലോ ബഡ്ജറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. ഇത് മോഡലൊക്കെ ഏതാ? ഇത് സാൻഡ്രോ GLS ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടേ ഉള്ളൂ. 2008 മോഡലാണിത്. 2008 മോഡലാണ്. ഓക്കെ. നമ്മൾ നേരത്തെ ഒരു 10 കാണിച്ചു. ഇപ്പോൾ ഒരു 8 വേണമെങ്കിൽ 8 തരും കേട്ടോ. ഇത് സെക്കൻഡ് ഓണർ ആണ്, മറ്റേത് ഫസ്റ്റ് ഓണർ ആണ്. അതെ.
ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി. ഒന്നുമില്ല അല്ലെ. ബോഡി വൈസ് ഒക്കെ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും വലിയ കുറ്റമൊന്നും പറയാനില്ല. കുഴപ്പമില്ല. 2008 വണ്ടിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ടെന്ന് തന്നെ പറയാം. അതെ അതെ. ഇതിന് കിലോമീറ്റർ മീറ്ററിൽ കാണിച്ചിട്ടുള്ള 1,30,000 ആണ്. പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി നോക്കിയിട്ടില്ല. അപ്പൊ കിലോമീറ്റർ ജെനുവിൻ അല്ല എന്ന് പറഞ്ഞു തന്നെ കൊടുക്കാം. കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കാനാണ് ചാൻസ്. 1.30 ഓൾറെഡി ഉണ്ട്. 1.30 കൂടുതലൊന്നും സാൻഡ്രോ അങ്ങനെ ഓടാൻ ചാൻസ് കുറവാണ്. മൈലേജും കുറവാണ്. ഒരു 12 ഒക്കെ നോക്കിയാൽ മതി മൈലേജ്. അത്രയും ഈ ഒരു കമ്പാരിറ്റീവ്ലി ഈ സാൻഡ്രോ കാണുന്നതിൽ വെച്ചിട്ട് അധികം ഒരു 80-90 റേഞ്ചിലൊക്കെയാണ് ഒരു 10 അല്ലെങ്കിൽ 15 കൊല്ലം പഴക്കമുള്ള വണ്ടികൾ കാണാറ്. ഓൾറെഡി 1.30 ആയിട്ടുണ്ട്. അപ്പൊ ജെനുവിൻ കിലോമീറ്റർ തന്നെ ആയിരിക്കും. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് 1,10,000. 1.10 തന്നെ. ഓക്കെ, റേറ്റ് കുറയൂലേ? ഇത് കുറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് ഒന്നും ചെയ്യണ്ട. 2029 വരെ പേപ്പർ ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പൊ നമ്മൾ എടുത്ത് ഉപയോഗിച്ച ടാക്സ് കാര്യങ്ങൾ റിന്യൂവൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി അടച്ചാണ്. ഇയർലി ഇൻഷുറൻസ് മാത്രം അടയ്ക്കാം. 5 കൊല്ലത്തേക്ക് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. എഞ്ചിൻ പരമായിട്ടൊക്കെ പക്കയല്ലേ? ഒരു കംപ്ലൈന്റും ഇല്ല. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ബോഡി ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയിലുള്ള ഒരു KL-11 കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു സാൻഡ്രോണ്. മേജർ ഒരു പ്രശ്നമില്ലാത്ത ക്ലീൻ വണ്ടി. ഒന്ന് മഞ്ചേട്ടനെ കോൺടാക്ട് ചെയ്തോ, നമ്പറുകളൊക്കെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അൾട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന മഴക്കാല വണ്ടി അല്ലേ? ബൈക്കിന് പകരം ഉപയോഗിക്കാം, വേനൽക്കാലത്തൊക്കെ ഉപയോഗിക്കട്ടോ. ഇത് 2009 മോഡലാണ്. റിന്യൂവൽ അടുത്ത മാസം വരും. ആദ്യം പറയാണ്. അത് നമ്മൾ എടുത്തു കൊടുക്കുവോ? എടുത്തു കൊടുക്കണമെങ്കിൽ എടുത്തു കൊടുക്കാം. അതിപ്പോ എടുത്തു കൊടുക്കാത്ത രീതിയിലുള്ള റേറ്റ് ആണ് ഞാൻ ഇപ്പൊ പറയുന്നത്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. പഴയ വണ്ടി ഹിസ്റ്ററി കിട്ടാത്തോണ്ട് ഞാൻ ചോദിക്കുന്നത്. ചെറിയ കാരണം വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. പക്കയാണ്. ഓക്കെ, ഇന്റീരിയർ മോശമൊന്നുമില്ല. കമ്പനി വന്ന സീറ്റ് അല്ലേ ഇത്? അതെ അതെ. സംഭവം നല്ല വൃത്തിയുണ്ട് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല. ഫ്യൂസിൽ ഉപയോഗിച്ച വണ്ടിയല്ല അല്ലേ? ഓക്കെ, വെറും ലോ കിലോമീറ്റർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ചെക്ക് ചെയ്തിട്ട് എടുത്തോളുക. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇതിന്റെ ഇപ്പൊ കിലോമീറ്റർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പഴയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ കിലോമീറ്ററിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ അറിയാഞ്ഞിട്ടോ ഒന്നല്ല. ഇങ്ങനത്തെ വണ്ടികൾ നമ്മൾ ലൈവായിട്ടുള്ള ഒരു കണ്ടീഷൻ നോക്കിയിട്ട് എടുക്കാന്നുള്ളൂ. പഴയ വണ്ടിയാണല്ലോ. 9 മോഡൽ 59,000 കിലോമീറ്റർ ഓടിയ വണ്ടി എന്താ വിലക്ക് കൊടുക്കാം? 80,000 രൂപയ്ക്ക് കൊടുക്കാം. അത് വിത്തൗട്ട് പേപ്പർ അല്ലേ? വിത്തൗട്ട് പേപ്പർ. ഓക്കെ, ഇപ്പൊ കറന്റ് കണ്ടീഷനിൽ നിങ്ങൾക്ക് പേപ്പർ ക്ലിയർ ആക്കി തരും. 5 കൊല്ലത്തെ പേപ്പർ അടക്കം ചെയ്ത് കൊടുക്കണമെങ്കിൽ 93 കൊടുക്കാം. 93 രൂപ അല്ല, ഒരു 13 രൂപ എക്സ്ട്രാ വരും. 13 രൂപയ്ക്ക് 5 കൊല്ലത്തെ പേപ്പർ അടച്ചിട്ട് റിന്യൂവലും ടാക്സും അടച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 93,000 രൂപയ്ക്ക് നിങ്ങൾ 5 വർഷത്തെ പേപ്പറോട് കൂടി തരും. അല്ലാന്നുണ്ടെങ്കിൽ 80,000 രൂപയ്ക്ക് അത് നിങ്ങൾ എടുത്താലും മതി, ഇവരെടുത്താലും കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്തോ. ഈ കിഡാണെങ്കിലോ? ഇത് 2019 ഓട്ടോമാറ്റിക് കിഡാണ്. 19 ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 63,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 28/10/2019 ആണ് അതിന്റെ എക്സാക്ട് ഡെലിവറി വരുന്നത്. ലാസ്റ്റ് 19 ലാസ്റ്റ് വണ്ടി അല്ലേ? ലാസ്റ്റ് വണ്ടി. വണ്ടി ബോഡി വൈസ് നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. വൃത്തിയുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ മുകളിൽ. അതെ, 1000 cc അല്ലേ വരുള്ളൂ? ഓട്ടോമാറ്റിക് 1000 cc ആണ് വരുന്നത്. അതെ, ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ കമ്പനി വന്ന മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. സീറ്റ് കവർ കിഡിലാണ്. ഇന്റീരിയർ ഒക്കെ കംപ്ലീറ്റ്ലി വൃത്തിയാക്കി. നല്ലൊരു ബോഡി കളറിന് മാച്ചിങ് ആയ ഒരു സീറ്റ് കവർ ആണ്. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. എനിക്കൊന്ന് പുതിയ സീറ്റ് കവർ ആണെന്നൊന്നുമില്ല, ഇതിന്റെ മണം പോയിട്ടില്ലല്ലോ. അല്ല, അത് നമ്മൾ എടുക്കുമ്പോഴുള്ള സീറ്റ് കവറാണ്. ഞങ്ങൾ ഇതിന്റെ മുകളിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, ഞങ്ങൾ പിന്നെ സീറ്റ് കവർ ഒന്നും അങ്ങനെ വാങ്ങി ഇടാറൊന്നുമില്ല. ഉള്ളത് ചെളി കാര്യങ്ങളൊക്കെ ഒന്ന് അത്രേ ഉള്ളൂ. അതെ അതെ. എന്തായാലും വണ്ടി നല്ല കട്ട ടയറൊക്കെ ഉള്ള നല്ല ക്ലീൻ ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ഇത് ഓടിയത് എത്രയാ? ഇത് 63,000. ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതൊക്കെ ഞങ്ങൾ ഹിസ്റ്ററി നോക്കുന്നതാണ്. കാരണം മോഡലുള്ള വണ്ടിയല്ല. തീർച്ചയായിട്ടും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ 95% ടയേഴ്സ് കാര്യങ്ങളുണ്ട്. എഞ്ചിനൊക്കെ നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ തന്നെയാണ്. 3,85,000 രൂപയാണ് ഞങ്ങൾ ആസ്കിംഗ് റേറ്റ്. ചെറിയ രീതിയിൽ എന്തായാലും മാറ്റം വരുത്താം. 3,85,000 നിങ്ങൾക്ക് 2019 ലാസ്റ്റ് കിഡ്, അതും ഓട്ടോമാറ്റിക് വണ്ടി കിട്ടും. RXT ആണ്. അത്യാവശ്യം ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ പറയാം. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഒരു ഐട്ടൺ ആണ്. ഐട്ടൺ ഓട്ടോമാറ്റിക്, ഗ്രാൻഡ് ഐട്ടൺ ഓട്ടോമാറ്റിക് ആണ്. ലാസ്റ്റ് ആണ് വരുന്നത്. അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2015 ആട്ടോ. 15 ബട്ടൺ സ്റ്റാർട്ട് അടക്കം വന്ന വണ്ടി അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 58,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. 80 ആണ് വരുന്നത്. ഗിയർ ബോക്സ് സ്ത്രീകൾക്ക് ബെസ്റ്റ് സാധനം. ലാഗിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഇതിൽ വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ക്ലീൻ പീസ് വണ്ടി തന്നെ പറയാം. ഒരു വെറൈറ്റി കളറും കൂടി അല്ലെ? വെറൈറ്റി കളർ. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കീലസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും സകല സാധനങ്ങളും എല്ലാം വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് 430 ആണ് വില. 430.
മാർക്കറ്റിൽ ഉള്ളതിനെ വെച്ചിട്ട് നല്ല കുറച്ചിട്ടാണ് ഞങ്ങൾ ഈ വണ്ടിയൊക്കെ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ വിലയൊക്കെയാണെന്നുണ്ടെങ്കിൽ 2015 ആസ്റ്റ ലോ കിലോമീറ്ററുള്ള വണ്ടി ഈ റേഞ്ചിലൊന്നും എവിടെ നിന്ന് കിട്ടില്ല. ഓട്ടോമാറ്റിക് മാനുവൽ ചിലപ്പോൾ കിട്ടും, ഓട്ടോമാറ്റിക് എന്തായാലും കിട്ടില്ല. അതെ അതെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, സ്ത്രീകൾക്ക് ബെസ്റ്റ് സാധനമാണ് ടൗണിലേക്കൊക്കെ. ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് നോക്കിക്കോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം എന്തെങ്കിലും കുറയ്ക്കാണ്ടേ കുറച്ച് മാക്സിമം ഒരു 4 ലക്ഷം ലോൺ കയറുമോ? 4 ലോൺ കയറും അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കിക്കൊണ്ട് പോകാം. പിന്നെ ഒരു വെറൈറ്റി കളറാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നമ്മളെ സ്ഥലത്തിന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ പറയണ്ടേ? അതൊന്ന് പറഞ്ഞു കൊടുത്തേക്കാം നമുക്ക്. കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് മീഡിയ വൺ ചാനലിന്റെ ഓഫീസ് വരുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ക്ലബ്സി ഓട്ടോമോട്ടീവ്. വെള്ളിപ്പറമ്പ് അല്ലേ? അതെ, വെള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത സ്റ്റോപ്പാണ്. ഏറ്റവും അടുത്ത് ശരിക്കും ബസ്സിനൊക്കെ വരുന്നവരാണെങ്കിൽ മീഡിയ വൺ ചാനലിന്റെ മുന്നിൽ ഇറങ്ങിയിട്ട് ഒരു 100 മീറ്റർ മുന്നോട്ട് നടന്നാൽ മതി. റോഡ് സൈഡ് തന്നെയാണ്, മാവൂർ റോഡിൽ റോഡ് സൈഡ് തന്നെയാണ്, പെട്ടെന്ന് തന്നെ കാണും. പിന്നെ ഇനി ഗൂഗിളിനകത്ത് ക്ലബ്സി കാലിക്കറ്റ് എന്ന് അടിച്ചാലും കിട്ടും. കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ മുറ്റത്ത് കൊണ്ടു വിടും അല്ലേ? എവിടെ വേണേ കൊണ്ടുവിടും. വരണം, എന്നാലും മുറ്റത്ത് കൊണ്ടുവിടും. ബസ്സിലൊക്കെ വന്ന് ഞാൻ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറക്കി വിടും. അതെ അതെ. അപ്പൊ എന്തായാലും നമ്മൾ ക്ലബ്സിൽ ഇത്രയും സമയം കാണിച്ച് ഏതെങ്കിലും വണ്ടീന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണേൽ മനുഷ്യനെ കോൺടാക്ട് ചെയ്താൽ ഈ സംഭവം നമ്മുടെ ക്യാമറ പയ്യൻ ഇപ്പൊ നിലവിൽ ഇല്ല. അപ്പൊ ഒരാളെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് വീഡിയോ എടുത്തത്. അപ്പൊ വീഡിയോ എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാണാനോ അതായത് ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരും. അപ്പൊ എന്തായാലും ഏകദേശം ക്ലിയർ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ചെയ്തു കൊടുക്കണം കേട്ടോ നിങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചും നമ്മുടെ ആൾക്കാർക്ക് നല്ല വണ്ടി കൊടുക്കാം. അതെ അതെ അതെ, നല്ല വണ്ടി നിങ്ങൾക്ക് തരും, അത് ഉറപ്പിക്കാം, അത് ഗ്യാരണ്ടി ആണ്. അപ്പൊ എന്തായാലും എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും